ഭാരതപ്പുഴ ആരുടെയും പാപ്പയുടെയോ തന്തയുടെയോ വകയൊന്നുമല്ല. ഒരുത്തന്റെയും അനുവാദം വേണ്ട ഇവിടെ കുംഭമേള നടക്കാൻ. കാഷായ വസ്ത്രവും ധരിച്ച് സന്യാസിയാണെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും പറ്റിച്ചുകൊണ്ട് നടക്കുന്ന തന്റെ തന്തയുടെ വകയാണോ ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത്? ഈ ഭൂമി ലോകത്ത് കാണുന്ന ഏതൊരു വസ്തുവും ആരുടെയും തന്തയുടെ വകയല്ല. അതാദ്യം നീ മനസ്സിലാക്ക്. ബാക്കി പറ. സന്യാസിക്ക് വരണമെന്ന് വിചാരിച്ചാൽ നാഗസന്യാസി വന്നിരിക്കും. ആരും ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. ആരാണ് മുമ്പോട്ട് വരുന്നത് തടസ്സപ്പെടുത്തുന്നതെന്ന് കാണട്ടെ. അതിനുള്ള ശക്തിയുള്ളവർ, ശേഷിയുള്ളവർ ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വരട്ടെ. ഇവിടുത്തെ ഹിന്ദു ആരാണ്, എന്താണ് എന്ന് അവർ അപ്പോൾ അറിയും. അത് ഏത് ഗവൺമെന്റ് ആയാലും, ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും. സന്യാസി എന്ന് പറയുന്നത് ഭൗതിക ജീവിതം വെടിഞ്ഞ് ആത്മീയ ജീവിതത്തിൽ ശരണം പ്രാപിക്കുന്ന ആളെയാണ് സന്യാസി എന്ന് പറയുന്നത്. ആ സന്യാസിയുടെ തൊള്ളയിൽ നിന്നും വരുന്നത് വർഗീയതയും കുത്തിത്തിരിപ്പും പരദൂഷണവും ഒരു വർഗീയ കലാപവും സൃഷ്ടിക്കാനുള്ള പരിശ്രമവും. നീ ഭൗതിക ജീവിതം വെടിഞ്ഞ സന്യാസിയല്ല. നീ ചാണകവും ഗോമൂത്രവും സംഘികളുടെ കയ്യിൽ നിന്ന് നിന്റെ പള്ള നിറയെ തിന്നാൻ കിട്ടുന്നതിന്റെ കുത്തിക്കഴപ്പാണ് നീ ഇവിടെ വന്നിരുന്ന് ഈ ചലക്കുന്നത്. നിന്നെപ്പോലുള്ള സന്യാസികളാണ് മറ്റുള്ള നല്ല സന്യാസിമാരുടെ പേരും വിലയും കളയുന്നത്. ബാക്കി പറ. അതിനുള്ള തപസ്സിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. പിന്നെ കുംഭമേള വേണമോ വേറെ മേള വേണമോ എന്നും സന്യാസി തീരുമാനിക്കും. തിരുനാവായും അങ്ങനെ ആരുടെയും വകയല്ല. കാഷായ വസ്ത്രം ധരിച്ച മനുഷ്യ, നിന്റെ ഈ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുംഭമേളയ്ക്ക് സ്റ്റേ കൊടുത്തിരിക്കുന്ന മുസ്ലിങ്ങളാണെന്നാണ്. മുസ്ലിങ്ങൾക്ക് അതിന്റെ യാതൊരു ആവശ്യമില്ല. നീ ഇവിടെ കുംഭമേളയോ ചാണകക്കുഴിയോ മൂത്രക്കുഴിയോ എന്ത് തേങ്ങ വേണമെങ്കിലും ഉണ്ടാക്ക്, സമാധാനം കിട്ടിയാൽ മതി. കുംഭമേളയ്ക്ക് സ്റ്റേ കൊടുത്തിരിക്കുന്ന കേരള ഗവൺമെന്റ് ആണ്. ആ കേരള ഗവൺമെന്റിനോട് ചോദിക്കുക. ഇനി അത് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പും വർഗീയതയും പറച്ചലല്ല ഒരു സന്യാസിയുടെ മാന്യത എന്ന് പറയുന്നത്. സന്യാസിയാകാൻ ഒരു മാന്യതയുണ്ട്. ആദ്യം നീ ആ മാന്യത പഠിക്കുക, എന്നിട്ട് ഈ കാവ്യവസ്ത്രം എടുത്തിട്ട് കേട്ടാ ചെല്ല്.